ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിൽ ചന്ദ്രശേഖരന് പങ്കില്ല അല്ലേ? അത് തെറ്റാണ്. ഞങ്ങളോടൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പൂട്ടിയിടുകയും ചെയ്തു. ആ പെൺകുട്ടി പ്രിയങ്കയല്ലേ? അതെ. അന്നവിടെ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഒരു പെൺകുട്ടിയെ ചുട്ടെരിച്ചു കൊന്നത് സത്യമല്ലേ? സത്യമാണ്. അത് നിങ്ങൾ പൂട്ടിയിട്ടു എന്ന് പറയുന്ന പ്രിയങ്കയല്ലല്ലോ? അല്ല, മറിച്ച് തൊട്ടടുത്തുള്ള നാടോടി സംഘത്തിലെ പെൺകുട്ടിയാണ്. അതെങ്ങനെ സംഭവിച്ചു? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. യുവർ ഓണർ, പ്രിയങ്ക ജീവനോടെ തിരിച്ചെത്തിയെങ്കിലും ചന്ദ്രശേഖരന്റെ പേരിലുള്ള കൊലപാതക കുറ്റം ഇപ്പോഴും തെളിയിക്കുന്നതാണ് ഇവരുടെ വാക്ക്. നാടോടിയായ ഒരമ്മ സ്വന്തം മകളുടെ മരണത്തിന് നീതി തേടിയാണ് ഇപ്പൊ ഈ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത്. സാമൂഹിക ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ അമ്മയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ചന്ദ്രശേഖരൻ കൊലപാതകിയാണ് എന്ന നില തുടരേണ്ടതുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. എതിർഭാഗം വക്കീലിന്റെ വാക്കുകൾ കേട്ടാൽ ചന്ദ്രശേഖരൻ തന്നെ പ്രതിയായി കൊള്ളണമെന്ന് അവർക്ക് നിർബന്ധമുള്ളതുപോലെയാണ്. പ്രിയങ്കയ്ക്ക് പകരം മരിച്ചത് ഈ സ്ത്രീയുടെ മകളാണെന്ന് അഡ്വക്കേറ്റ് ആരതി വർമ്മ പറഞ്ഞു. അതിന് എന്താണ് തെളിവ് യുവർ ഓണർ? ഏതെങ്കിലും രീതിയിലുള്ള ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാണ് പ്രിയങ്ക. ഇപ്പൊ പ്രിയങ്ക മെന്റലി ഫിസിക്കലി ഓക്കെയാണ്. പ്രിയങ്കയെ കോടതിയിൽ വിസ്തരിച്ചാൽ അഡ്വക്കേറ്റ് ആരതി വർമ്മ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും. യെസ്, പ്രൊസീഡ്. ആറ്റുവാശ്ശേരി ദേവനാരായണന്റെയും യശോദയുടെയും മകൾ പ്രിയങ്ക ഹാജരാവേണ്ടതാണ്. കുട്ടിയുടെ പേരെന്താ?